നിയമമനുസരിച്ച് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഹൈവേ 66-നും അതുപോലെ തന്നെ മലബാറിൽ പാലക്കാട് ആ മേഖലയിൽ മറ്റോ റോഡിനും കോമ്പൻസേഷൻ കൊടുത്തത്. ആ കോമ്പൻസേഷൻ കണക്കാക്കുന്ന അല്ലെങ്കിൽ നഷ്ടപരിഹാര തുക കണക്കാക്കുമ്പോൾ സ്ട്രക്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള സ്ട്രക്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാതെയാണ് സത്യത്തിൽ അതിന്റെ നഷ്ടപരിഹാര തുക നിശ്ചയിച്ചത്. ഹൈവേയുമായി ബന്ധപ്പെട്ട ഭൂമിയേറ്റെടുക്കൽ നഷ്ടപരിഹാര പ്രശ്നത്തിൽ നിലനിൽക്കുന്ന ആശങ്കയും സംശയവും ദൂരീകരിക്കണം എന്നാവശ്യപ്പെട്ട് എന്നവരെ കണ്ടപ്പോൾ അവർ തന്നെ ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർക്കാൻ മുതൽ ഞാൻ കൂടി പറയാൻ പറ്റുന്ന നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ട് ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ട് 2 വർഷം പിന്നിടുക. അതിലെ അലൈൻമെന്റിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് വ്യത്യാസം വന്നു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ തന്നെ ഏതാണ്ട് ചടയമംഗലത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി ആരംഭിക്കുന്ന പ്രദേശത്ത് നിന്ന് ചില വീടുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായി, പിന്നീട് അതിന് മാറ്റമുണ്ടായി. അപ്പോൾ ആ വീടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു ബൾബ് പോലും മാറാനുള്ള മാനസികാവസ്ഥ അല്ല ഉണ്ടായിരുന്നത് എന്ന സാഹചര്യം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ തന്നെ ആരംഭിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ വീടും സ്ഥലവും എല്ലാം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ട്